ഈ റൂം ഒന്ന് റീഡെക്കറേറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഇതാണ് വാർഡ്രോബ് ഉണ്ട്, ഫുള്ളി മിറേഡാണ്, ഇൻബിൽറ്റാണ്. സൈഡിലൊരു ബുക്ക് ഷെൽഫുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് ഫിസിഷ്യൻ അസോസിയേറ്റിൻ്റെ പഠിച്ച തന്നെ ഫുള്ള് സാധനങ്ങളൊക്കെയാണ്. സോ ഫുള്ള് സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്ത്, ബെഡ് ഒരു വുഡൻ ബെഡാണ്, പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നുമില്ല. എല്ലാം ഒന്ന് റിമൂവ് ചെയ്തൊന്ന് റീഡെക്കറേറ്റ് ചെയ്താലോ എന്ന് കരുതിയിരിക്കുകയാണ്. ചുമ്മാ ഒന്ന് നോക്കിയാലോ എങ്ങനെ റീഡെക്കറേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന്, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഈ ബോർഡ് റിമൂവ് ചെയ്യാം. ഫസ്റ്റ് ഈ പേപ്പറെല്ലാം എടുത്തിട്ട് പേരും വന്നിരിപ്പുണ്ട് ഇവിടെ. ഞാൻ ബോർഡ് മുഴുവൻ എംപ്റ്റി ചെയ്തു. ഇനി ഈ ബോർഡ് റിമൂവ് ചെയ്യണം. ഇത് അറ്റിക്കിൽ കയറ്റി വെച്ചു. ഇനി നമുക്ക് ഈ തുണികളെല്ലാം ഒതുക്കി ഈ കട്ടിൽ ഡിസ്മാൻഡിൽ ചെയ്യാം. എന്നുള്ള തുണിയൊന്നും മടക്കി വെക്കാൻ പറ്റിയില്ല, തിരക്കിട്ടൊരിടത്തും വരെ പോകേണ്ടി വന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അഗൈൻ. തുണിയെല്ലാം അടുക്കി വെച്ചു. ഇനി നമുക്ക് പതുക്കെ ബെഡ് റിമൂവ് ചെയ്യാം, ഓരോരോ സാധനങ്ങൾ റിമൂവ് ചെയ്യാം. ഫാൻ പോയി, സൈഡ് ടേബിൾ പോയി, ചെയർ പോയി, റിമൂവ് ചെയ്തു. ഈ ബെഡിനടിയിൽ 2 ഡ്രോ ഉണ്ട്, ഇതിൽ നിറച്ച് തുണിയായിരുന്നു, അത് ഫുൾ എംപ്റ്റി ചെയ്തു. ടിവറ്റ് പോയി, മാട്രസും പോയി. ഇനി ബെഡ് ഡിസ്മാൻറ്റിൽ ചെയ്യണം. നമ്മൾ എടുത്തില്ല, ഇവിടുത്തെ കട്ടിൽ ഡിസ്മാൻറ്റിൽ ചെയ്തു. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഹെൽപ്പ് എടുക്കേണ്ടി. ബെഡ് ഡിസ്മാൻറ്റിൽ ചെയ്തു. ഇവിടെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടായിരുന്നു, അതെല്ലാം റിമൂവ് ചെയ്തു, അതെല്ലാം ഹെൽപ്പ് വേണമായിരുന്നു. സോ അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബെഡ് ഡിസ്മാൻറ്റിൽ ചെയ്ത് ഫേസ്ബുക്കിലിട്ട് വിൽക്കുകയും ചെയ്തു. സോ കംപ്ലീറ്റ് ഫ്രീ ആയി ഇപ്പം, എക്സെപ്റ്റ് നമ്മുടെ ഇൻബിൽറ്റ് വാർഡ്രോബ് വിച്ച് വി കാൺ ഡു എനിത്തിങ്. സോ ബാക്കിയെല്ലാം റിമൂവ് ചെയ്തു. ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ വാൾപേപ്പറാണ്. ഇതുണ്ടോ, കളറായിരിക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ട്. സോ ഈ വാൾപേപ്പർ മൊത്തം പറിക്കണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പെയിൻ്റ് അടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലോർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈസിയായിട്ട് ഇത് പറഞ്ഞു പോരുന്നുണ്ട്. വാൾപേപ്പർ റിമൂവറൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല, ചുമ്മാ വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഒരു വാൾപേപ്പറിൻ്റെ മേളിൽ വീണ്ടും വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ്. 2 ലെയർ ഓഫ് വാൾപേപ്പർ കാണുന്നുണ്ട്. നമുക്കന്നേരം ഇത് മുഴുവൻ ഇനി ക്ലിയർ ചെയ്യണം. ഒക്കെ മുഴുവൻ ക്ലിയർ ചെയ്തിട്ട് കാണാം. ഇതിൻ്റെ വീഡിയോ പറിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാറുമില്ല. സോ ഇതിനി മൊത്തം റിമൂവ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഒരുപാടാണ് പറിക്കാൻ. കുറച്ച് ഇത്ര ആയതുള്ളൂ. ഇത്രയും ഉരിച്ചു. ഒരു സൈഡ് സിമെൻ്റാണ്, പക്ഷേ ഈ സൈഡെല്ലാം ജസ്റ്റ് എന്തോ ബോർഡാണ്. സോ ഇതെല്ലാം നമുക്കിനി പ്ലാസ്റ്റർ ചെയ്യണം. സോ 2 ബോൾ ഒഴിച്ചു. ഇനി ഇവിടെ അങ്ങോട്ട് വിരിക്കാനായിട്ടുണ്ട്. ഫുള്ള് വിരിച്ചു. ഇനി ഇത് മുഴുവൻ ക്ലീൻ ചെയ്യണം. ലെറ്റ്സ് ഡു ഇറ്റ്. ക്ലീൻ ചെയ്തു. എല്ലാം ബാഗിലാക്കി കെട്ടിക്കൊണ്ട് വെളിയിൽ കൊണ്ട് തള്ളി. ഇനി കുറച്ചുകൂടെ വോൾ സ്റ്റിക്കർ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട്, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അത് ചുമ്മാ പോരില്ല, അത് ചൂടുവെള്ളവും വിനെഗറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ക്ലീൻ ചെയ്യണം. സോ അവർ നെക്സ്റ്റ് ടാസ്ക് ഈസ് ദാറ്റ്. ലെറ്റ്സ് ഡു ഇറ്റ്. ഡേ 4 or 5 അറിയത്തില്ല. അതുപോലെ ഞാൻ ചൂടുവെള്ളം ഒരു സ്പഞ്ചും ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഈ ബാക്കി വാൾപേപ്പർ പറ്റിയിരിക്കുന്നതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ടൈം ഞാൻ വിനെഗറും ചൂടുവെള്ളം സ്പ്രേ ചെയ്യുമായിരുന്നു ചെയ്തത്. പക്ഷെ ഇത്രയും ചൂടുവെള്ളം സ്പ്രേ ബോട്ടിൽ ഒഴിക്കുമ്പോൾ മിക്ക സ്പ്രേ ബോട്ടിലും കേടായി പോകുന്നു. അതുകൊണ്ട് ഇത്തവണ സ്പഞ്ച് വെച്ചിട്ട് ഒരു പ്രയോഗം നടത്താമെന്ന് വിചാരിക്കുന്നു. മുഴുവൻ വെറ്റാക്കി. അത് പൊളിഞ്ഞു വരുന്നുണ്ടോ നോക്കാം. സൂപ്പറായിട്ട് പോരുന്നുണ്ട്. ജസ്റ്റ് ചൂടുവെള്ളം വെച്ചോളൂ. പക്ഷെ ലാസ്റ്റ് ടൈമൊക്കെ ഞാൻ വിനെഗറൊക്കെ വെച്ചിട്ട് സ്പ്രേ ചെയ്യുമായിരുന്നു. അന്നേരം ഈ സ്പ്രേ ബോട്ടിൽ പോകുന്നതുകൊണ്ടാണ് തവണ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു. പക്ഷേ നല്ലതായിട്ട് പോകുന്നുണ്ട്. ദിസ് ഇസ് ദ ബെസ്റ്റ് ഐഡിയ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് മൊത്തം ഉരിക്കട്ട് കേട്ടോ. പേപ്പർ ഫുള്ള് ക്ലിയറായി. ഭയങ്കര എളുപ്പമായിരുന്നു ചെയ്യാൻ. ഈ ഒരു മുകളിലെ പേപ്പർ അത് റിമൂവ് ചെയ്യുന്നില്ല, കാരണം അത് എന്താണ് പ്ലാസ്റ്റർ ബോർഡാണ്. അതുകൊണ്ട്
ഞാൻ റിസ്ക് എടുക്കുന്നില്ല. അത് ചിലപ്പം പ്ലാസ്റ്റർ ബോർഡ് സ്പൂവിലാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഞാൻ അതിന് റിസ്ക് എടുക്കുന്നില്ല. ബാക്കി ഇവിടുത്തെ വോളെല്ലാം ഫുള്ള് റിമൂവ് ചെയ്തു. ഫ്ലോറും എല്ലാം ക്ലീനാക്കി. ഇനി നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാം. പ്ലാസ്റ്ററിങ് തുടങ്ങി. റെഡി മിക്സ്ഡ് പ്ലാസ്റ്ററാണ് വാങ്ങിച്ചത്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് പതുക്കെ തേച്ച് തുടങ്ങി. ആ മൂലയിൽ തുടങ്ങി. ഹോപ്പ് ഐ ക്യാൻ ഡു ഇറ്റ് പ്രോപ്പർലി. ലെറ്റ്സ് സീ. ഒരു വോള് പ്ലാസ്റ്റർ ചെയ്തു. ഈ വോള് ഫുള്ള് പ്ലാസ്റ്റർ ചെയ്തു. അന്നേരത്തേക്കും ഒരു ടബ് തീർന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് വേറെ ഒരു ടബും കൂടെ വാങ്ങിച്ചു. ഒരു സ്മൂത്ത് സർഫസും ഒരു റഫ് സർഫസിനും കൂടെ വാങ്ങിച്ചു. ഇനി ഈ വോള് ചെയ്യണം, ബ്ലൻ ചെയ്യണം, ഈ വോള് ചെയ്യണം, പിന്നെ ഈ പ്ലാസ്റ്റർ ബോർഡും ചെയ്യണം. ഒരു ചായ കുടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് സംഭവം. ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ഫുള്ള് മിക്സ് ചെയ്തു. ഇനി നമുക്ക് തുടക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ട്രവൽ, പ്ലാസ്റ്ററിങ് ട്രവൽ. ഞാൻ ചെയ്യുന്നത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നവർക്ക്, പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് അതിൻ്റേതായ രീതിയൊക്കെ ഉണ്ട് അത് പിടിക്കുന്നതിന്. ഗ്ലാസും ഗോഗിൾസും മാസ്കും ഉപയോഗിക്കണം. അത് ഇവിടെ ഇരിപ്പുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇട്ടിട്ട് ഇത് പിടിക്കുക. ഇടണം. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക. പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് അവരുടേതായ രീതിയുണ്ട്. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഡേ 6 or 7 ആണെന്ന്. ഇന്ന് നമ്മൾ ഡസ്റ്റിങ്ങിൻ്റെ പരിപാടിയാണ്. ഫുള്ള് പ്ലാസ്റ്റർ ചെയ്തു. ഇനി നമുക്കിതെല്ലാം ഡസ്റ്റ് ചെയ്യണം. അവിടെ നിന്ന് ഓൾറെഡി ഡസ്റ്റ് ചെയ്ത് തുടങ്ങി. ഗോഗിൾസ്, ഗ്ലൗസ്, മാസ്ക് എല്ലാം ഉണ്ട്. പിന്നെ ഡസ്റ്റിങ്ങിൻ്റെ പരിപാടി. സ്മൂത്ത് ആൻഡ് ബോൾഡ്. ഓക്കെ, ഇങ്ങനെ ഇംപെർഫെക്ഷൻസ് ഉള്ള ഇവിടെ എല്ലാം ഇങ്ങനത്തെ എല്ലാം നമ്മൾ സാൻഡ് ചെയ്യണം. ഡേ 7 നമ്മൾ ഇന്നലെ ഫുള്ള് എല്ലാം സാൻഡ് ചെയ്തു. ഒരു ഭയങ്കര പരിപാടിയാണ് ഈ സാൻഡിങ്, നല്ല സ്മൂത്തനിങ്. എൻ്റെ മൊത്തം പൊടിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇനിയും കിടപ്പുണ്ട്. എൻ്റെ ഹൂവറെല്ലാം മൊത്തം നാശമായി ഏകദേശം. ഇപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെയിൻ്റ് അടിക്കാൻ പോവാണ്. അതിന് ഞാൻ സ്റ്റിക്കർ ആദ്യം സാൻഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ടൊന്നും എല്ലാം മൊത്തം ഡസ്റ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മൊത്തം പൊടിയായിരിക്കും. എല്ലാം ഡസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ സ്റ്റിക്കർ വെച്ചിട്ട് ഇനി മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകണം ആദ്യമേ. അത് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ച് തുടങ്ങും. ഓക്കെ, ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. പെയിൻ്റ് അടി നടക്കട്ടെ. മോർണിംഗ് ഡേ 8, പകുതി ചായയായി കുടിച്ച്. സോ നമ്മൾ പെയിൻ്റ് അടി എല്ലാം കഴിഞ്ഞു. പെയിൻ്റ് അടിച്ചു, ഫുള്ള് പെയിൻ്റ് അടിച്ചു. നല്ല സ്മൂത്തായിട്ടുണ്ട്. വോള് കാണാൻ പറ്റുമെന്നറിയില്ല. ഡോറും എല്ലാം പെയിൻ്റ് അടിച്ച്. റേഡിയേറ്ററിൻ്റെ മാത്രം കളറ് ഒരു ഇച്ചിരി ഓഫ് വൈറ്റാണ്. അത് നമുക്ക് റേഡിയേറ്ററിൻ്റെ പെയിൻറ്റ് വാങ്ങിച്ചിട്ട് അടിക്കണം. പിന്നെ അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ടൈമില്ല. സോ ഫുൾ പെയിൻ്റ് അടിച്ചു. ഇനി നമുക്ക് ഫ്ലോറിലേക്ക് കിടക്കണം. ഈ ഫ്ലോർ മുഴുവൻ ഇനി ഈ കാർപ്പറ്റ് മുഴുവൻ ഇനി മാറ്റണം. എന്നിട്ട് നമുക്ക് ഫ്ലോർ ചെയ്യാം.
കാർപ്പറ്റ് മുഴുവൻ കട്ട് ചെയ്ത് കയറ്റി. എൻ്റെ അമ്മോ, ഇത് കാർപ്പറ്റിന് അണ്ടർലൈയാണ്. ഇതിനി എന്നാ ചെയ്യണം എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ. We got some help today. Work going on. Last part ആയിരിക്കണം. Look at the change. നമ്മുടെ റൂമിൻ്റെ ഫ്ലോറിംഗ് പണിയൊക്കെ കഴിഞ്ഞു, എല്ലാം ക്ലീൻ ചെയ്തു. ദിസ് ഈസ് ദ ന്യൂ ലുക്ക്. ഈ ഇതിന് മാത്രം ഓൾഡായിട്ട് ഇരിപ്പുണ്ട്, അത് മാറ്റണം. കണ്ട സ്വിച്ച് ബോർഡിനൊക്കെ ഓൾഡ് കളറാണ്, പക്ഷെ ബാക്കിയുള്ളത് നമ്മൾ സെറ്റായി. ഇതിനകത്ത് കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഇച്ചിരി ഡാർക്കായിട്ടാണ് തോന്നുന്നത്, പക്ഷെ അതിനേക്കാൾ രസമുണ്ട് കാണാനായിട്ട്. ഫിറ്റൊക്കെ ബോർഡ് ഫ്ലോറിങ് ചെയ്തു. നല്ല ബ്രൈറ്റ്നെസ് ആണ് ഇപ്പോൾ. ഇനി ഡിസൈനിങ്ങും ഫർണിച്ചേഴ്സും ഒക്കെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ. ദാറ്റ്സ് ദ ന്യൂ ലുക്ക്. This new look is this new look. പുതിയ ബെഡ് വാങ്ങിച്ചു. ബെഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. My handyman is working. ഏകദേശം നമ്മുടെ ബെഡിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി മെത്തയിടണം, കവറിടണം, കുറേ പരിപാടികളുണ്ട്. കഴുകണല്ലേ, ഇതൊന്നും ഊരെ കഴുകേണ്ട. ഇതാന്ന് തോന്നിയ കഴുകിയതല്ലേ? Look, keeps getting it away. And phone and the phone had a cloud. Okay? നമ്മുടെ ബെഡ് സെറ്റായി. കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. ആണ് പോയി വീഡിയോ എടുത്തോണ്ട് താഴെ പോയി. നെക്സ്റ്റ് നമ്മളിവിടെ ഒരു ടേബിൾ ആഡ് ചെയ്തു. ഇവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് വേറെ പുതിയ ടേബിൾ വാങ്ങിച്ചു. ബേസിക്കലി ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വോൾ ഡെക്കറും കൂടെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. Yeah. Misha. What is it?
ക്യാമറയിൽ അത്ര ഇതുണ്ടെന്നോ എനിക്കറിയത്തില്ല. പക്ഷേ ഫ്ലോറും ചേഞ്ച് ചെയ്ത് പെയിൻ്റൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഒരു ഭയങ്കര മാറ്റം തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ.